ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിബിംപടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീതി കുറഞ്ഞൊരു തുണിയിൽ തന്നെ നല്ല ഫ്ലെയർ ആയി കിടക്കുന്ന എലൈൻ കുർത്തിയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയി തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എലൈൻ കുർത്തി ചെയ്യാനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 4 ആക്കി മടക്കി ഫോൾഡ് ചെയ്ത സൈഡ് എൻ്റെ സൈഡിലേക്കും ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഓപ്പൺ സൈഡുമായിട്ട് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 46 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള 1 ഇഞ്ചും താഴെ മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും കൂട്ടി ഞാൻ 47 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ നിന്നും താഴേക്ക് ഞാൻ ആദ്യം 46 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. എൻ്റെ ടോട്ടൽ ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചുരിദാറിൽ ഞാൻ ബാക്ക് നെക്ക് 3 ഇഞ്ച് മാത്രമാണ് വെക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ടോട്ടൽ ഷോൾഡറിൻ്റെ ഹാഫ് തന്നെ എടുക്കുന്നത് കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് 3 ഇഞ്ചിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ഷോൾഡറിൽ നിന്നും 1/4 ഇഞ്ച് വീതം കുറച്ച് എടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ 7 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. ആ 7 ഇഞ്ച് തന്നെ താഴേക്ക് ആം ഹോൾ ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ്. താഴെയും 7 ഇഞ്ച് തന്നെ വിട്ടല്ലേ എന്ന് ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾഡർ സ്ലോപ്പായിട്ട് 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ചുരിദാറിൽ ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നില്ല. അടുത്ത് നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. എൻ്റെ ചെസ്റ്റ് റൗണ്ട് 38 ഇഞ്ചാണ്. 38നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. ആ 9.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ ബോഡി ലൂസിനായിട്ട് വിടുകയാണ്. അങ്ങനെ എനിക്ക് 9.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച് കിട്ടി. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ ഒരു രീതിയിൽ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് കണ്ടുപിടിക്കാം. അതായത് നമ്മളുടെ റെഡി അളവ്, നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട്, അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുക. എൻ്റെ ചെസ്റ്റ് 38 അതിൻ്റെ കൂടെ ഞാൻ 4 ഇഞ്ച് കൂട്ടുമ്പോൾ എനിക്ക് 42 ഇഞ്ച് കിട്ടി. ആ 42ൻ്റെ 4 ഭാഗം 10 ഇഞ്ച്. അങ്ങനെ നിങ്ങൾക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാം. അതിനായിട്ട് ഈ ആം ഹോൾ കർവിൻ്റെ ലൈനിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ടിത് ആം ഹോൾ ലൈനിൽ നിന്നും ചെസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലൊരു ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആം ഹോൾ ലൈനിൻ്റെ ആ ഒരു ലൈനും ചെസ്റ്റിൻ്റെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റും യോജിക്കുന്ന തരത്തിൽ ആം ഹോൾ കർവ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇത് നമ്മുടെ ബാക്ക് ആം ഹോളാണ്. ബാക്ക് ആം ഹോളിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഈ ആം ഹോൾ ലൈനിൻ്റെ ഹാഫ് നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ നിന്നും ഉള്ളിലേക്ക് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബാക്ക് ആം ഹോൾ ലൈൻ വരച്ചിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ മാർക്കിങ്ങുകൾ യോജിക്കുന്ന തരത്തിൽ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള്. അതിനായിട്ട് ഞാനിവിടെ ആം ഹോൾ കർവ് എടുക്കുന്നുണ്ട്. ഈ പോയിന്റുകൾ തമ്മിൽ യോജിക്കുന്ന രീതിയിൽ ഞാനിതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഈ മുകളിൽ നിന്നും നമുക്ക് എത്രയാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത് അതിവിടെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 14.5 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അവിടെ നിന്നും വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. എൻ്റെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് 9 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എൻ്റെ സ്ലിറ്റ് ലെങ്ത്ത് 21 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടി 21.5 ഇഞ്ചിൽ ഞാൻ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് അവിടുത്തെ റൗണ്ട് നോക്കാം. അതായത് സ്ലിറ്റ് റൗണ്ട്. നമുക്ക് കിട്ടിയ ചെസ്റ്റ് റൗണ്ട് തന്നെയാണ് ഞാനിവിടെ സ്ലിറ്റ് റൗണ്ടായിട്ട് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ ചെസ്റ്റ് റൗണ്ട് 10 ഇഞ്ചായിരുന്നു. ആ 10 ഇഞ്ച് തന്നെ ഞാനിവിടെ സ്ലിറ്റ് റൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രം നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുക. ചെസ്റ്റ് റൗണ്ടിൻ്റെയും വേസ്റ്റ് റൗണ്ടിൻ്റെയും അവിടെ നമ്മൾ 2 ഇഞ്ച് വീതമാണ്
തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് മാത്രമാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പോയിന്റുകളെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ടാവില്ല ബോഡിക്ക്. അതിനായിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് താഴേക്കുള്ള ഫ്ലെയർ മാർക്ക് ചെയ്യാം. ഈ തുണിയിൽ എത്ര വിഡ്ത്തുണ്ടോ അത്രയും വിഡ്ത്ത് തന്നെ നമ്മൾ ഫ്ലെയർ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്ലിറ്റിൻ്റെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്നും ഏറ്റവും താഴേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് താഴെ ആ മാർക്കിങ്ങിൽ നിന്നും മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡുകളിലേക്കായിട്ട് തുണി തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ താഴേക്ക് ഒരു ഷേപ്പിൽ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത്, ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഡെപ്ത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 3 ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ കൊടുക്കുന്നത്. ഇനി 2 നെക്കുകളും ഇതുപോലെ ഒരു യു ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കും അതുപോലെ ബാക്ക് ആംഹോളും കട്ട് ചെയ്ത് തുണി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്കും അതുപോലെ ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് ആംഹോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടോ, ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിലൂടെയാണ് തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു മാർക്കിങ്ങിലൂടെ ഈ തുണി മുഴുവൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇനി നമുക്ക് താഴെ ആ കർവ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. അടുത്തത് ബാക്ക് സൈഡിൽ തുണി ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും അതുപോലെ ഫ്രണ്ട് കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ 2.5 മീറ്റർ തുണി മാത്രമാണ് ഈ ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിൽ ഫുൾ സ്ലീവ് വയ്ക്കാനും 3/4 സ്ലീവ് വയ്ക്കാനുള്ള തുണി തികയില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഷോർട്ട് സ്ലീവാണ് വയ്ക്കുന്നത്. ഞാനിവിടെ 4 ഇഞ്ച് ലെങ്ത്തിലുള്ള സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് സ്കെയിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനും താഴെ മടക്കി അടിക്കാൻ 1 ഇഞ്ചും കൂട്ടി 5.5 ഇഞ്ച് ഞാനിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകളിൽ ആം ഹോൾ ലൂസായിട്ട് ഞാൻ 9 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്നും താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 3 ഇഞ്ച് നമ്മുടെ ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന മാർക്കിങ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ചേർത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ലൈനിൻ്റെ ഹാഫ് നമ്മൾ കണ്ടെത്തണം. കണ്ടില്ലേ, എനിക്കിവിടെ 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഹാഫ് 5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിതുപോലെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഹാഫ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ കർവ് ചെയ്ത് മുട്ടിക്കുക. 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈനിൽ നിന്നും ഉള്ളിലേക്ക് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക.
എന്നിട്ട് നമ്മൾ ഹാഫിൽ നിന്നും ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായി കുഴിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് കൈയിൻ്റെ താഴത്തെ വണ്ണം മാർക്ക് ചെയ്യാം. എൻ്റെ കൈയിൻ്റെ താഴത്തെ വണ്ണം 7 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ആം ഹോൾ ലൂസ് 9 ഇഞ്ചാണ്. അത് നമുക്ക് ഇതുപോലെ ചുറ്റി പിടിക്കുമ്പോൾ 9 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. കണ്ടില്ലേ, എനിക്ക് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കുകയാണ്. മുകളിൽ ഞാൻ 2 ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തു. അതുപോലെ തന്നെ താഴെയും 2 ഇഞ്ച് തന്നെ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് പല മെത്തേഡുകളും ഉണ്ട് കേട്ടോ. ഞാൻ വരുന്ന വീഡിയോകളിലായിട്ട് ഓരോന്നും ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നോച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്ത് നമുക്ക് ഫ്രണ്ട് സ്ലീവ് കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതിനായിട്ട് 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഉള്ളിലേക്ക് കുഴിച്ച് വെട്ടാനായിട്ട് ചെയ്യാം. മുകളിൽ നിന്നും 1.5 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് ഇതുപോലെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ചെറുതായി കുഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയാണ് നമ്മൾ സ്ലീവ് കുഴിച്ചു വെട്ടുന്നുള്ളൂ കേട്ടോ. ഇവിടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നെക്ക് മറിച്ചടിക്കാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ബാലൻസ് വരുന്ന ഈ ഒരു തുണിയിൽ നിന്നും 2-3 ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എലൈൻ കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മൾ ചെയ്ത എലൈൻ കുർത്തി ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്കായിട്ട് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.